സർഗജാലകത്തിലെ ആരാധ്യരെ, ആത്മബന്ധുക്കളെ, നിങ്ങൾക്ക് സ്നേഹപൂർണ്ണമായ നമസ്കാരം. ഇന്ന് സർഗജാലകത്തിൻ്റെ ജാലകപ്പുറത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാധ്യ എഴുത്തുകാരി BM സുഹ്റയുടെ ഒരുത്തി എന്ന കഥയാണ്. BM സുഹ്റ മലയാള സാഹിത്യത്തിൽ എന്നേ പേര് പിടിച്ച ലിഖിതപ്പെട്ട എഴുത്തുകാരിയാണ്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത അത്രയും പ്രശസ്തയും പ്രഗത്ഭയുമാണ് BM സുഹ്റ. ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേത്രിയാണ്. ഒപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ് BM സുഹ്റ. ചെറുകഥയായും നോവലായും ബാലസാഹിത്യമായും അനുഭവ കുറിപ്പുകളായും ലേഖനങ്ങളായും വിവിധ മേഖലകളിൽ തൻ്റെ സർഗസപര്യ കൊണ്ട് ആഴത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അവരുടെ ഭാഷാ സൗകുമാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മികച്ച എഴുത്തുകാരിയായ BM സുഹ്റയെ ഹൃദയപൂർവ്വം സർഗജാലകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർഗജാലകത്തിൽ നിന്ന് കഥാവിശകലനം നിർവഹിക്കുന്നത് മാനസി എന്ന ശ്രദ്ധേയ എഴുത്തുകാരിയാണ്. ഇന്നത്തെ സർഗജാലകത്തിൻ്റെ ചർച്ചയ്ക്കൊരു സവിശേഷതയുള്ളത് പ്രധാനപ്പെട്ട രണ്ട് അതിഥികളും BM സുഹ്റയായാലും മാനസിയായാലും രണ്ടുപേരും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേത്രികളാണ്. മികച്ച രചനകൾ കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് മാനസി. ഇടിവാളിൻ്റെ തേങ്ങൽ, വെളിച്ചത്തിൻ്റെ താളം തുടങ്ങിയ ശ്രദ്ധേയ കൃതികൾ അവരുടെ സംഭാവനയാണ്. പല ഭാഷകളിലേക്ക് അവരുടെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ തൻ്റെ ഭാഷാ മികവിലൂടെ മാനസിക്ക് എത്രയോ കാലം മുന്നേ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട് സർഗജാലകത്തിൽ മാനസിയെപ്പോലെ ഒരു എഴുത്തുകാരി വിശകലനം നിർവഹിക്കാൻ എത്തിച്ചേരുന്നതിൽ. എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആരാധ്യ എഴുത്തുകാരി മാനസിയെ സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തുകാരനും പ്രഭാഷകനും പത്രപ്രവർത്തകനുമൊക്കെയായ സദാശിവൻ ഇരിങ്ങലാണ് ഇന്ന് ഈ കഥാചർച്ചയുടെ ഏകോപന ചുമതല നിർവഹിക്കുന്നത്. വളരെ മികവുറ്റ രീതിയിൽ കുറച്ചു കാലങ്ങളായി സർഗജാലകത്തിൻ്റെ കഥാചർച്ചകളെയൊക്കെ നയിക്കുന്ന, സാഹിത്യ ചർച്ചകളെയൊക്കെ നയിക്കുന്ന ശ്രീ സദാശിവൻ ഇരിങ്ങലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സർഗജാലകത്തിൻ്റെ ജാലകപ്പുറത്തിലേക്ക്. സർഗജാലകത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം സെക്രട്ടറി ശ്രീ ഈശ്വരേട്ടനെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും ഈ സാഹിത്യ ചർച്ച വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, സ്നേഹം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ സർഗജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ കഥാചർച്ചയിൽ എൻ്റെ കഥ ഒരുത്തി എന്ന കഥ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിലും വിശകലനം ചെയ്യാൻ എൻ്റെ പ്രിയ സുഹൃത്ത് മാനസിയെ ഏൽപ്പിച്ചതിലും എനിക്കുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളെ ഉള്ളൂ. അതിലൊരാളാണ് മാനസി. 10-20 കൊല്ലത്തെ പരിചയം. സന്തോഷവും സങ്കടവും കണ്ണീരും ചിരിയും ഒക്കെ പരസ്പരം പങ്കുവെക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ കഥ എന്നേക്കാൾ മാനസിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സറിയാൻ കഴിയുന്ന സുഹൃത്തായതുകൊണ്ട് മാനസി അത് വേണ്ട രീതിയിൽ അതിലെ ശരിയും തെറ്റുമൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും ഈ രാഷ്ട്രീയ കൊള്ളരുതായ്മകളും ഒക്കെ കണ്ട് മനം മടുത്ത് വല്ലാതെ മനസ്സ് സങ്കടപ്പെടുകയും അലോരസപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പലപ്പോഴും കഥയോ നോവലോ ഒക്കെ എഴുതണമെന്ന് ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളൊക്കെ രാഷ്ട്രീയ നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനുമൊക്കെ വേണ്ടി മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റുകയും അവരെ
തമ്മിൽ അടിക്കാൻ പ്രേരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത് കണ്ട് മനസ്സ് നൊന്ത് എഴുതിയൊരു കഥയാണ് വാസ്തവത്തിൽ ഒരുത്തി. ഒരു കഥയോ നോവലോ എഴുതി തുടങ്ങുമ്പോൾ പലപ്പോഴും എഴുത്തുകാരുടെ മുന്നിൽ വായനക്കാരോ പ്രസാധകരോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് വായനക്കാരുടെ പ്രതികരണം അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് എഴുത്തുകാർ. എഴുത്തുകാരെ വായനക്കാരെ വായിപ്പിക്കുക എന്നുള്ളത് എഴുത്തുകാരുടെ ദൗത്യമാണ്. ഒരു പ്രമേയം അവതരിപ്പിക്കുവാൻ എഴുത്തുകാരുടെ മുന്നിൽ 100,000 വഴികളുണ്ട്. അതിലേത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ഏറ്റവും പ്രയാസകരമായ ഒരു തീം അതെങ്ങനെ ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ഫസ്റ്റ് പേഴ്സണിലോ സെക്കൻഡ് പേഴ്സണിലോ അല്ലെങ്കിൽ തേർഡ് പേഴ്സണിലോ അല്ലെങ്കിൽ മറ്റൊരാൾ കഥ പറയുന്നതായിട്ടോ ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും എഴുത്തുകാരെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതെല്ലാം ഏത് വഴി തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ എഴുത്തുകാരുടെ മുന്നിൽ വായനക്കാരുണ്ടാകണം. ഞാൻ പറഞ്ഞത് വായനക്കാരെ വായിപ്പിക്കാനാണല്ലോ എഴുത്തുകാർ എഴുതുന്നത്. വായിക്കാതെ ഒരു സാധനം ഒതുങ്ങിപ്പോകുമ്പോൾ എഴുത്തുകാരുടെ വേദന വളരെ വലുതാണ്. ഓരോന്നും എഴുതുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് വായിച്ചിട്ട് എഴുത്തുകാരുടെ അഭിപ്രായങ്ങൾ അറിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എഴുത്തുകാർ. കാരണം വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാർക്ക് നിലനിൽപ്പില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സാഹിത്യ തൽപരരായ കുറേ ആളുകളാണല്ലോ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ പരസ്പരം കാണാനും കേൾക്കാനും അവസരമില്ലാത്ത ഈ കാലത്തും ഈ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ സാഹിത്യ ചർച്ചയ്ക്ക് ചെയ്യുന്നതും ദിവസേന എന്നോണം നിങ്ങൾ കഥാ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഈ പ്രതികരണം അറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം വായനക്കാർ നിങ്ങൾ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സർഗാത്മകമായ ഒരു വിലയിരുത്തലാണ് ഞാൻ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ ഈ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ അഭിപ്രായങ്ങളും വായിച്ചും അറിഞ്ഞും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുശേഷം എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് മറുപടി പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സദാശിവനോടും അതുപോലെ നിങ്ങളുടെ മറ്റുള്ള പേരെനിക്കറിയാത്തതുകൊണ്ടാണ് എല്ലാ പ്രവർത്തകരോടും എനിക്കുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മാനസി, മുംബൈയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ ജാലകപുരത്തിൻ്റെ കഥാചർച്ചയിൽ ഞാൻ രണ്ടാമതും എത്തുകയാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് കഥാകൃത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഒരു കഥയുടെ വിശകലനവുമായിട്ടാണ്. കഴിഞ്ഞ തവണ ഞാൻ കണ്ടുമുട്ടിയ കരുത്തുറ്റ ആ ആസ്വാദക വൃന്ദത്തെ ഒരിക്കൽ കൂടി അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് ആ സായാഹ്നത്തിലെ ആരോഗ്യകരമായ ചർച്ച തന്നെയാണ്. എത്ര സമുചിതവും എത്ര സാർത്ഥകവുമായിരുന്നു ആ ചർച്ച എന്ന് ഞാൻ ഇന്നും നന്ദിയോടെയാണ് ഓർക്കുന്നത്. ഒന്ന് നേരിട്ട് കാണാനോ സംസാരിക്കാനോ സാധിക്കാത്ത ഈ കൊറോണ കാലത്ത് ഇത്തരം ഓൺലൈൻ സദസ്സുകളിലൂടെയെങ്കിലും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്നു എന്നത് സമൂഹജീവിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ആശ്വാസദായകവും സന്തോഷപ്രദവുമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം സാഹിത്യ പ്രവർത്തനങ്ങളെ നിരന്തരം നടത്തിക്കൊണ്ടുവരുന്ന, മാസങ്ങളോളമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഇടതടവില്ലാതെ നടത്തിക്കൊണ്ടുവരുന്ന സർഗജാലകത്തിൻ്റെ സാരഥികളെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മളൊക്കെ ഇത്തരം സദസ്സുകളെ കാണേണ്ടത്. ഇന്ന് ഈ ഒരു കൂടിച്ചേരലിന് വഴിയൊരുക്കുന്നത് എൻ്റെ സുഹൃത്ത് BM സുഹറയുടെ ഒരുത്തി എന്ന കഥയാണ്. ഈ കരുത്തുറ്റ ആസ്വാദക വൃന്ദത്തിന് സുഹറ എന്ന സാഹിത്യകാരിയെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് എനിക്കറിയാം.
മാത്രമല്ല, അതിനെങ്ങാനും ഞാൻ തുനിഞ്ഞാൽ അതെൻ്റെ ഔദ്ധത്യം പോലുമായി കണക്കാക്കാനാണ് ഇട. അതിനാൽ സുഹറയുടെ ഒരുത്തി എന്ന കഥയുടെ വിശകലനം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്നു, വിനയപൂർവ്വം വയ്ക്കുന്നു എന്ന് പറയാൻ മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി സർഗജാലകത്തിൻ്റെ സാരഥികൾക്കും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദിയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിശകലനത്തിലേക്ക് കടക്കട്ടെ. വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ ജനത്തിന് അത്രയൊന്നും അറിയാത്ത ഒരു ലോകമായിരുന്നു സുഹറ വായനക്കാർക്ക് മുന്നിൽ തൻ്റെ എഴുത്തിലൂടെ ആദ്യം മുതലേ തുറന്നിട്ടത്. വായനക്കാർ ഔത്സുക്യത്തോടെയും ആശ്ചര്യത്തോടെയും കൂടിയാണ് അതിനെ സ്വീകരിച്ചതും. ശ്രീ MT വാസുദേവൻ നായർ നാലുകെട്ടിൻ്റെ ഉള്ളിരുട്ടിലേക്ക് വെളിച്ചം വീശിയ പോലെയായിരുന്നു സുഹറ മുസ്ലിം ഗ്രഹങ്ങളുടെ ഉള്ളറകളിലേക്ക് കണ്ണാടിയുമായി നടന്നു ചെന്നത്. മലബാർ മുസ്ലിം ഭാഷ ധാരാളമായി തൻ്റെ എഴുത്തിൽ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് സുഹറ. മലബാർ മുസ്ലിം ഭാഷ മലയാള സാഹിത്യത്തിൻ്റെ ഭാഗമാക്കിയ സാഹിത്യകാരി കൂടിയാണ് സുഹറ എന്നായിരിക്കും ഭാവി സുഹറയെ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ MT വള്ളുവനാടൻ മലയാളത്തെ മലയാളത്തിൽ പ്രതിഷ്ഠിച്ചതിന് തുല്യമായ ഒന്നായി വേണം നമുക്ക് അതിനെ കാണാൻ. സുഹറയുടെ കഥകൾ എഴുത്ത് പൊതുവെ പൊട്ടിത്തെറിച്ചുയരുന്ന അലകളോ കാൽവലിച്ചോടുന്ന വമ്പൻ ഒഴുക്കുകളോ പതഞ്ഞു കറങ്ങുന്ന ചുഴികളോ ഒന്നും പുറമെ കാണിക്കാതെ ഒഴുകുന്ന ശാന്തമായൊരു പുഴ പോലെയാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒഴുക്കുകളും ചുഴികളും അലകളും ഒക്കെ അവിടെ വളരെ വളരെ അടിയിലാണ്. എഴുത്തിലൂടെ സുഹറ നിർമ്മിക്കുന്ന ഒരു പ്രത്യേക ഈണത്തിൽ മാന്യതയോടെ അങ്ങനെയേ എനിക്ക് ആ എഴുത്തിനെ പറയാനാകൂ. ആഴമുള്ളിടങ്ങളിലെ ഇരുട്ടും സാന്ദ്രതയും പേറി ഒതുങ്ങി പതയാതെ ശബ്ദങ്ങൾ അത്രയൊന്നും പുറത്തേക്ക് തെറിപ്പിക്കാതെ ഒഴുകുന്ന ഒരു പുഴ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുഹറയുടെ എഴുത്ത്. സ്കൂബി ഡൈവിംഗ് ചെയ്തു വേണം ആ കഥകൾക്കടിയിൽ അടിഞ്ഞു കിടക്കുന്ന കലങ്കിലും കറുപ്പും തിരിച്ചറിയാൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുത്തി എന്ന കഥയുടെ കഥയും മറ്റൊന്നല്ല. ആ ഒരുത്തി, ഈ ഒരുത്തി, അവൾ ഒരുത്തി, ഈ ഒരുത്തി എന്നിങ്ങനെ യാതൊരർത്ഥവുമില്ലാത്തതെന്ന് വായനക്കാർക്ക് തോന്നുന്ന വാക്കുകൾ ആവർത്തിച്ച് ഈണത്തിൽ പാടി അടുക്കള ജോലിയെ നേരിടുന്ന എന്ന വാക്ക് ഞാൻ ബോധപൂർവം തന്നെ പറയുന്നതാണ് എന്ന് അടിവരയിട്ട് പറയട്ടെ. ഒരു സീതയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. എന്നാൽ ആ വാക്കുകൾ സീത ഈണത്തിൽ പാടിപ്പോകുന്നത് ശ്വാസമെടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിനു മുകളിൽ വരുന്ന മീനുകളെ പോലെ പാട്ടു ടീച്ചറാകാൻ മോഹിച്ച് നടന്ന ഭൂതകാല ഓർമ്മകളെ ആട്ടിയോടിക്കാനാകാം എന്ന ചിന്ത നമ്മിൽ ഉണരുന്നത് പതുക്കെ പതുക്കെ കഥയുടെ ചുരുളഴിഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും. കാലം കൊണ്ടും ശീലം കൊണ്ടും നിസ്സംഗമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിമാരുടെ മനസ്സുകളിൽ വിവാഹിതയുടെ ഭാഗധേയത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ സ്വാഭാവികമായി ഉയരുന്നത് ഇങ്ങനെയാണ്. സീതയുടെ മനസ്സിൽ അത് ഉയരുന്നത് സ്വാനുഭവത്തിൻ്റെ തീവ്രതയിൽ നിന്നാണെങ്കിലും അത് എത്രമാത്രം സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിന് നന്നായി അറിയാം. അവൾ പാടുന്നത് എന്താണെന്ന് നോക്കൂ. സ്ത്രീയുടെ ഭാവി തുലാസിലും ഭൂതവും വർത്തമാനവും ചവറ്റുകൊട്ടയിലും. പക്ഷികൾ ചിറകുകുടയുമ്പോൾ തെറിക്കുന്ന വെള്ളത്തുള്ളികൾ പോലെ പാട്ടിൻ്റെ ആ ശീലുകൾ ചുറ്റും ചിതറുന്നത് ആ വാക്കുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥങ്ങളെയല്ല, മറിച്ച് അടിഞ്ഞുകൂടിയ നിരാശയുടെ തീത്തുള്ളികളാണ് എന്ന് ഒരു ഞെട്ടലോടെയാവും നാം അപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിങ്ങലായി അത് വായനക്കാരനെ, വിങ്ങലായി മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ നിരാശാഭരിതമായ ഭാഗധേയങ്ങളുടെ ആറ്റിക്കുറിക്കിയ സത്തയായും ഈ വിങ്ങൽ വായനക്കാരനെ തൊടാൻ ശ്രമിക്കുന്നത് എല്ലാ ഒരുത്തിമാരും ഇങ്ങനെ തന്നെ എന്ന സുഹറയുടെ വാചകത്തിലൂടെ തന്നെയാണ്.
തനിക്ക് ചിരപരിചിതമായ വീട്ടകങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് സുഹറ എപ്പോഴും സാമൂഹ്യബോധങ്ങളെ സ്വന്തം ബോധ്യത്തിന് മുന്നിൽ നിർത്തി തൊലിയുരിക്കുന്നതും ചുട്ട നോട്ടം നോക്കുന്നതും. ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് സ്ത്രീയുടെ ഭാവി തുലാസിലും ഭൂതവും വർത്തമാനവും ചവറ്റുകുട്ടയിലും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈ പശ്ചാത്തലത്തിലാണ് ഒരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റായി മാറുന്നതും. പൊതുവെ ജനത്തിന് അത്രയൊന്നും അറിയാത്ത ഒരു ലോകമായിരുന്നു സുഹറ വായനക്കാർക്ക് മുന്നിൽ ആദ്യം മുതലേ തൻ്റെ എഴുത്തിലൂടെ തുറന്നിട്ടത്. ശ്രീ MT വാസുദേവൻ നായർ നാലുകെട്ടിൻ്റെ ഉള്ളിരുട്ടിലേക്ക് വെളിച്ചം വീശിയ പോലെയായിരുന്നു സുഹറ മുസ്ലിം ഗൃഹങ്ങളുടെ ഉള്ളറകളിലേക്ക് കണ്ണാടിയുമായി നടന്നു ചെന്നതും. മലബാർ മുസ്ലിം ഭാഷ ധാരാളമായി തൻ്റെ എഴുത്തിൽ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് സുഹറ. ആ ഭാഷ മലയാള സാഹിത്യത്തിൻ്റെ ഭാഗമാക്കിയ സാഹിത്യകാരി കൂടിയാണ് സുഹറ എന്നായിരിക്കും ഭാവി സുഹറയെ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ MT വള്ളുവനാടൻ മലയാളത്തെ മലയാളത്തിൽ പ്രതീക്ഷിച്ചതിന് തുല്യമായ ഒന്നായി വേണം നമുക്കതിനെ കണക്കാക്കാൻ. ആ ഒരുത്തി, ഈ ഒരുത്തി, അവൾ ഒരുത്തി, ഈ ഒരുത്തി എന്നിങ്ങനെ യാതൊരർത്ഥവുമില്ലാത്തതെന്ന് വായനക്കാർക്ക് തോന്നുന്ന വാക്കുകൾ ആവർത്തിച്ച് ഈണത്തിൽ പാടി അടുക്കള ജോലിയെ നേരിടുന്ന എന്ന വാക്ക് ഞാൻ ബോധപൂർവം തന്നെ പറയുന്നതാണ് എന്ന് അടിവരയിട്ട് പറയട്ടെ. ഒരു സീതയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. എന്നാൽ ആ വാക്കുകൾ സീത ഈണത്തിൽ പാടിപ്പോകുന്നത് ശ്വാസമെടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിനു മുകളിൽ വരുന്ന മീനുകളെ പോലെ പാട്ടു ടീച്ചറാകാൻ മോഹിച്ചു നടന്ന ഭൂതകാല ഓർമ്മകളെ ആട്ടിയോടിക്കാനാകാം എന്ന ചിന്ത നമ്മിൽ ഉണരുന്നത് പതുക്കെ പതുക്കെ കഥയുടെ ചുരുളഴിഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും. കാലം കൊണ്ടും ശീലം കൊണ്ടും നിസ്സംഗമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിമാരുടെ മനസ്സുകളിൽ വിവാഹിതയുടെ ഭാഗധേയത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ സ്വാഭാവികമായി ഉയരുന്നത് ഇങ്ങനെയാണ്. സീതയുടെ മനസ്സിൽ അത് ഉയരുന്നത് സ്വാനുഭവത്തിൻ്റെ തീവ്രതയിൽ നിന്നാണെങ്കിലും അത് എത്രമാത്രം സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിന് നന്നായി അറിയാം. അവൾ പാടുന്നത് എന്താണെന്ന് നോക്കൂ. സ്ത്രീയുടെ ഭാവി തുലാസിലും ഭൂതവും വർത്തമാനവും ചവറ്റുകുട്ടയിലും. പക്ഷികൾ ചിറകുകുടയുമ്പോൾ തെറിക്കുന്ന വെള്ളത്തുള്ളികൾ പോലെ പാട്ടിൻ്റെ ആ ശീലുകൾ ചുറ്റും ചിതറുന്നത് ആ വാക്കുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥങ്ങളെയല്ല, മറിച്ച് അടിഞ്ഞുകൂടിയ നിരാശയുടെ തീത്തുള്ളികളാണ് എന്ന് ഒരു ഞെട്ടലോടെയാവും നാം അപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിങ്ങലായി അത് വായനക്കാരനെ, വിങ്ങലായി മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ നിരാശാഭരിതമായ ഭാഗധേയങ്ങളുടെ ആറ്റിക്കുറിക്കിയ സത്തയായും ഈ വിങ്ങൽ വായനക്കാരനെ തൊടാൻ ശ്രമിക്കുന്നത് എല്ലാ ഒരുത്തിമാരും ഇങ്ങനെ തന്നെ എന്ന സുഹറയുടെ വാചകത്തിലൂടെ തന്നെയാണ്. തനിക്ക് ചിരപരിചിതമായ വീട്ടകങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് സുഹറ എപ്പോഴും സാമൂഹ്യബോധങ്ങളെ സ്വന്തം ബോധ്യത്തിന് മുന്നിൽ നിർത്തി തൊലിയുരിക്കുന്നതും ചുട്ട നോട്ടം നോക്കുന്നതും. ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് സ്ത്രീയുടെ ഭാവി തുലാസിലും ഭൂതവും വർത്തമാനവും ചവറ്റുകുട്ടയിലും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈ പശ്ചാത്തലത്തിലാണ് ഒരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റായി മാറുന്നതും. വിഭിന്ന മതസ്ഥരായ രണ്ട് സ്നേഹിതകളുടെ അതിസാധാരണമായ സംഭാഷണങ്ങളിലൂടെയാണ് കഥയുടെ രൂപഘടന മുന്നോട്ടു പോകുന്നത്. എന്നാൽ സംഭാഷണങ്ങളിലെ വാക്കുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള ഭാവങ്ങളിൽ നിന്ന് മാറി ഇരുമതങ്ങളിലെയും പാഠങ്ങളിലേക്ക് ആ സംഭാഷണ ശകലങ്ങൾ പലപ്പോഴും അറിയാതെ കൂപ്പുകുത്തുന്നത് കാണാം.
സ്ത്രീകൾ പരസ്പരം പറയുന്നത് സ്വന്തം ഭർത്താക്കന്മാരുടെ അവരോടുള്ള സംസാരമാണെങ്കിലും ആൺപെൺ ബന്ധങ്ങളെക്കുറിച്ചും അതിനോടുള്ള മതമനോഭാവങ്ങളെക്കുറിച്ചും പഴത്തിൻ്റെ തൊലിയുരിഞ്ഞ് അകം കാണും പോലെ പുറത്തു വരുന്ന അവരുടെ ധാരണകൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ കർശനമായി തിട്ടപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യം ഇരുവർക്കുമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിപ്പാട് പോലെ അതവരെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. സമൂഹം അനുശാസിക്കും വിധം നല്ല സ്ത്രീയാകുന്നതിന് ഭർത്താവിനോടുള്ള അനുസരണം എത്ര അനിവാര്യമാണെന്ന് മതശാസനങ്ങളെ ഉദ്ധരിച്ച് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഓർമ്മിപ്പിക്കുന്നത് കാണാം. അത് മരണാനന്തര സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം കൂടിയാണ് എന്ന് അവർ സമർത്ഥിക്കുന്നു. അതിനാൽ അതിനെ ധിക്കരിക്കുക അനുവദനീയമല്ല. നല്ല സ്ത്രീകൾ ചെയ്യരുതാത്തതുമാണ് അത്. നല്ല സ്ത്രീകൾ എപ്പോഴും ചോദ്യം ചെയ്യാത്തവരാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്യുന്ന സ്ത്രീകളെ ഒരു മതവും വീടും സമൂഹവും അംഗീകരിക്കാറില്ല. ഈ കഥയിൽ പറയുന്ന പോലെ തന്നെ അവർ ധിക്കാരികളും അഹങ്കാരികളുമായി മുദ്ര കുത്തപ്പെടുക മാത്രമേ ചെയ്യൂ. മതങ്ങളെയും ദൈവങ്ങളെയും കൂട്ടുപിടിച്ചാണ് ആൺകോയ്മയുടെ ആധികാരികത അവർ സ്ത്രീകൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാകേണ്ടതുണ്ട്. മൈക്കിലൂടെയുള്ള അഖണ്ഡ നാമജപമായാലും എപ്പോൾ അമ്പലത്തിലെത്തണമെന്നതായാലും ഏതു വസ്ത്രം ധരിക്കണമെന്നതായാലും ചെയ്യുന്നത് സ്ത്രീയാണെങ്കിലും തീരുമാനം പുരുഷൻ്റേതായിരിക്കും എന്ന് ഏത് സ്ത്രീകൾക്കും അറിയാം. ഈ പറച്ചിലുകളിലെ ഇരട്ടത്താപ്പുകൾ സ്ത്രീകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, മറിച്ച് അത് ചോദ്യം ചെയ്താൽ വീട്ടിലുണ്ടാകുന്ന അലോസരങ്ങൾ എങ്ങനെയൊക്കെ വീടിനെ ബാധിക്കും എന്ന് ഓർത്തിട്ടാണ് അവയെ നിശബ്ദത കൊണ്ടും കേട്ടില്ലെന്ന് നടിച്ചും സ്ത്രീകൾ പൊതുവെ എതിരിടാറ്. സുഹറയുടെ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതിനെ എതിരിടുന്നത്. മിണ്ടാതിരുന്നു, 2 പെൺമക്കളല്ലേ നിനക്ക് എന്നാണ് സക്കീന കൂട്ടുകാരിയോട് ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന പെണ്ണ് ഏതു മതത്തിനും സ്വീകാര്യല്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞു. അതായത് കുടുംബങ്ങളിൽ സ്ത്രീയുടെ അതിജീവനത്തിന് എതിരില്ലാത്ത അനുസരണം മാത്രമേ വഴിയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ ദയനീയതയിൽ നിന്നുകൊണ്ടാണ് 2 സ്ത്രീകളും ഭർത്താക്കന്മാരുടെ സംഭാഷണങ്ങളെക്കുറിച്ച് തമാശ എന്ന മട്ടിൽ നിസ്സാരമാക്കി പരസ്പരം സംസാരിക്കുന്നത്. ഭർത്താവിൻ്റെ ആജ്ഞകളെയും ആഗ്രഹങ്ങളെയും നിഷേധിക്കാനോ അനുസരിക്കാതിരിക്കാനോ സാധ്യമല്ലാത്ത ഒരു സാമൂഹ്യ അവസ്ഥയിൽ സ്ത്രീയെ കൊണ്ടുചെന്ന് നിർത്തി തന്നിഷ്ടപ്രകാരം അവളെ ഉപയോഗിക്കുന്ന പിതൃദായിത്വ വ്യവസ്ഥയാണ് ഈ കഥയുടെ സബ് ടെക്സ്റ്റ് എന്നർത്ഥം. മതങ്ങൾ എപ്പോഴും പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ അനുകൂലിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവയുമാണ്. പുരുഷാധിപത്യ വ്യവസ്ഥിതിയിൽ സ്ത്രീ അനുസരിക്കേണ്ടവളും ആശ്രിതയും പുരുഷനോട് ചേർന്നു മാത്രം അസ്തിത്വമുള്ളവളും ആയാണ് അടയാളപ്പെടുത്തപ്പെടാറ്. അതിനാൽ വ്യക്തിപരമായി പുരുഷൻ പുലർത്തുന്ന മൂല്യബോധങ്ങളെ സ്ത്രീ പങ്കുവയ്ക്കുന്നില്ലെങ്കിലും യജമാനൻ പറഞ്ഞതനുസരിക്കേണ്ടി വരുന്ന അടിമകളെ പോലെ അതേ മൂല്യബോധങ്ങളെ പിൻപറ്റാൻ, പുലർത്തിപ്പോരാൻ ഒക്കെ സ്ത്രീകൾ ബാധ്യസ്ഥരാവുന്നതിൻ്റെ അനീതിയും അനിഷ്ടവും ഈ കഥയിൽ സുഹറയെ വല്ലാതെ ചൊടിപ്പിക്കുന്നത് കാണാം. ഈ കഥയിലെ സംഭാഷണങ്ങൾ അനുഭവങ്ങളുടെ തുടർച്ചയായി എത്തിപ്പെടുന്ന മറ്റൊരു തലം കൂടിയുണ്ട് ഈ കഥയിൽ. തികച്ചും വൈയക്തികമായ ഭക്തിയെ അവഗണിച്ച് ആരാധനാ സമ്പ്രദായങ്ങളിൽ മതത്തിൻ്റെ പേരിൽ ചാർത്തപ്പെടുന്ന ആർഭാടങ്ങളും നിർബന്ധങ്ങളും പ്രകടനപരതയും മുൻപെങ്ങും നാം കേട്ടുപോലും ശീലമില്ലാത്ത ന്യായീകരണങ്ങളുമായി മതമുദ്രയാണെന്ന പേരിൽ ധരിക്കാൻ നിർബന്ധിതമാകുന്ന വസ്ത്രധാരണ രീതികളും ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ മനസ്സിൽ ഉയർത്തുന്ന ആശങ്കകളും ഭീതിയും വായനക്കാരൻ്റേതു കൂടിയാകുന്ന സാമൂഹ്യ പശ്ചാത്തലമാണത്. പരസ്പരം ഒരെതിർപ്പുമില്ലെങ്കിലും
കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന മതബോധങ്ങളുടെ പേരിൽ മാത്രം എതിർചേരുകളിൽ നിൽക്കാൻ വിധിക്കപ്പെടുന്നതിൻ്റെ മയപ്പെട്ട ചിത്രം മനസ്സുകളിലേക്ക് എത്തുന്നത് ഭീതിയുടെ നിഴലിലാണ്. അതോടെ അടുക്കള സംഭാഷണങ്ങളിൽ നിന്ന് വിട്ടുമാറി കഥയുടെ മാനങ്ങൾ മാറുകയും കഥ സമൂഹത്തിൻ്റെ കണ്ണാടിയാവുകയും ചെയ്യുന്നു. തനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു ഇരുട്ടിനെ പിൻപറ്റേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യരുടെ പ്രതിനിധികളായിത്തീരുന്നു ഈ കഥാപാത്രങ്ങൾ. കാലികമായ ഒരു മനോഭാവത്തെ സുഹറ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരടുക്കള സംഭാഷണത്തിലൂടെയാണ് എന്നത് ഈ കഥയുടെ വലിയ ശക്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുക. രണ്ട് സമുദായങ്ങൾ സ്പർദ്ധയോടെ മുഖാമുഖം നിൽക്കുന്നതിൻ്റെ അടിയൊഴുക്കിനെ പൊതിയുന്ന വലിയ ഇരുട്ടിനെ വളരെ വളരെ മിതമായി അവസാനത്തെ ചില വരികളിൽ മാത്രം പറഞ്ഞാണ് സുഹറ കഥ അവസാനിപ്പിക്കുന്നത്. മതങ്ങൾ പൂർണ്ണമായും കൂട്ടുനിൽക്കുന്ന ആൺകോയ്മ വ്യവസ്ഥിതി, അതായത് പാട്രിയാർക്കിയിലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ വാക്കുകൾക്കും വാതിലുകൾക്കും പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഇരട്ടത്താപ്പുകളുടെ മുഖവും വിശ്വാസങ്ങളെ ഉപയോഗിച്ച് സമുദായങ്ങളെ എതിർചേരുകളിൽ തളച്ചിടുന്ന കപടഭക്തിയും സുഹറ വരച്ചു കാട്ടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഉള്ളിലെ പൊള്ളലുകൾ മറച്ചുവെച്ച് വായനക്കാർക്ക് നിഷ്കളങ്കമെന്ന് തോന്നിപ്പിക്കും വിധം പറയുന്ന ലളിതമായ വാചകങ്ങളിലൂടെയാണെങ്കിലും ആ വാചകങ്ങൾ ഊളിയിടുന്നത് ആ ബന്ധങ്ങളിലെ പുറമേ കാണാത്ത ആഴങ്ങളിലെ കറുപ്പിലേക്കാണ്. ഉള്ളുപൊള്ളിയായ വിവാഹബന്ധങ്ങളെ ഗിൽട്ട് പതിപ്പിച്ച് പ്രദർശിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേട് സ്ത്രീ ജീവിതങ്ങളുടെ അതിജീവന മന്ത്രം കൂടിയാകുന്നു എന്ന് ഈ കഥയിൽ സുഹറ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേർക്കാഴ്ചയിൽ കാണാനാകാത്ത ആഴങ്ങളെക്കുറിച്ചാണ് സുഹറ എപ്പോഴും തൻ്റെ എഴുത്തിൽ സംസാരിക്കുന്നത്. അലകളില്ലാതെ ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം സുഹറയുടെ കഥാപുഴ ഉള്ളിൽ ഒരുപാട് ഇരുട്ടും കരടും പകുതി കരിഞ്ഞ മോഹങ്ങളുടെ ജഡങ്ങളും അണയാൻ കൂട്ടാക്കാത്ത കനലുകളുമൊക്കെ തട്ടി ഉരുട്ടിക്കൊണ്ടാണ് എപ്പോഴും മുന്നോട്ടൊഴുകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു അതിശയോക്തിയാകാൻ ഇടയില്ല. തിളയ്ക്കുന്നത് കാണില്ലെങ്കിലും അതിൽ കയ്യൊന്നു മുക്കിയാൽ പൊള്ളി നീറും. നിത്യജീവിതത്തിൽ നാം പെരുമാറുന്ന ഓരോന്നും ആ നീറ്റലിൻ്റെ അനുബന്ധങ്ങളായി തോന്നിയെന്നും വരും. പിടഞ്ഞിട്ട് കാര്യമില്ല, അതാണ് യാഥാർത്ഥ്യം. എല്ലാം മനസ്സിലടക്കിയുള്ള സുന്ദരമായൊരു തട്ടിപ്പ് ചിരിയാണ് കുടുംബത്തിൽ അതിജീവനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് കഥാകാരി പറഞ്ഞു വയ്ക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാനാവാത്ത പരശതം ഒരുത്തിമാരുടെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി നിന്നുകൊണ്ടുകൂടിയാണ്. ഈ കഥയെ ഇരുട്ട് പുതച്ച ഒരു കഥ എന്ന് വിളിക്കാനാവും എനിക്കിഷ്ടം. ഒരുപാട് തിരുത്തലുകൾ ആവശ്യമായ ഒരു സാമൂഹ്യ അവസ്ഥയെ ഒരു ചെറിയ ഗുളിക രൂപത്തിലാക്കി പകിട എറിയും പോലെ നമ്മുടെ മുന്നിലേക്ക് എറിയുന്നു ഈ കഥ. ഈ കഥ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കയ്യിലെ കണ്ണാടികൾ കാലത്തിന് നേരെ പിടിക്കാനാണ്. ഒരുത്തിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരുത്തിക്കഥ സമൂഹത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കേണ്ട ചുമതല വായനക്കാർക്കാണെന്ന് കഥാകാരിക്ക് ഉറപ്പുമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ കഥാകാരിയായി സുഹറയെ അടയാളപ്പെടുത്തുന്നതിനോട് ഏറെ എതിർപ്പുള്ള ആളാണ് ഞാൻ എന്നുകൂടി പറയട്ടെ. മുസ്ലിം സമുദായത്തിൻ്റെ കഥാകാരിയായി സുഹറയെ അടയാളപ്പെടുത്തുന്നതിനോട് ഏറെ എതിർപ്പുള്ള ആളാണ് ഞാൻ എന്നുകൂടി പറയട്ടെ. തൊട്ടറിയാവുന്ന കാര്യങ്ങൾ, അതായത് സ്വന്തം സമുദായത്തിലെ അല്ലെങ്കിൽ ഗൃഹാന്തരീക്ഷങ്ങളിലെ തൊട്ടറിയാവുന്ന കാര്യങ്ങൾ നിരത്തി വെച്ച് എങ്ങനെയെങ്കിലും ഒരു കഥ എഴുതുകയല്ല സുഹറ ചെയ്യുന്നത്.
അറിയുന്ന പശ്ചാത്തലത്തിൽ നിന്ന് കൃത്യമായി കരുക്കൾ തിരഞ്ഞെടുത്ത് അവിടെ നിലനിൽക്കുന്ന ചേറും ചളിയും ചൂണ്ടിക്കാട്ടുക കൂടിയാണ് സുഹറയുടെ സാഹിത്യ ദൗത്യം. തിരുത്തലുകൾ ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും സുഹറ ഉറക്കെ പറയുന്നു. സാമൂഹ്യ വിമർശനം തന്നെയാണ് സുഹറയുടെ ലക്ഷ്യം എന്ന് സുഹറ ഇതിനു മുൻപ് എഴുതിയ മറ്റു പല നോവലുകളെയും കഥകളെയും പോലെ തന്നെ ഒരുത്തി എന്ന ഈ കഥയും അടിവരയിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ, അതായത് ഞാനും സുഹറയുമൊക്കെ ഉൾപ്പെടുന്ന തലമുറയിലെ സ്ത്രീകൾക്ക് നിന്ന് തിരിയാനുള്ള മാനസിക ഇടം വളരെ വളരെ ചെറുതായിരുന്നു. എല്ലാത്തിനും വിലങ്ങുകളും വിലക്കുകളുമാണ് ഞങ്ങളെ എതിരേറ്റിരുന്നത്. വായനയിലൂടെ മാത്രം സാധ്യമായിരുന്ന ആ മാനസിക ഇടത്തിൻ്റെ വികാസത്തിന് ഓരോ ഇഞ്ചിനും വേണ്ടി എഴുത്തിലൂടെ പോരാടിയവരാണ് ഞങ്ങളുടെ തലമുറ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് അത് പറഞ്ഞാൽ പോലും മനസ്സിലായി എന്ന് വരില്ല. ജീവിതം മുഴുവനും ഒരു പോരാട്ടമാക്കേണ്ടി വരുന്ന കഥാകാരികളിലെ ശക്ത സാന്നിധ്യമായ സുഹറയ്ക്ക് അഭിവാദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളായി ഞങ്ങൾ നേരിട്ട് കണ്ടാൽ പരസ്പരം ഇങ്ങനെ ഔപചാരികമായി അനുമോദനം, അഭിനന്ദനം എന്നൊന്നും പറയാറില്ലല്ലോ. ഇനി ഈ ബാറ്റൺ ഞാൻ ശക്തമായ വായന ആസ്തി കൈമുതലുള്ള ജാലകപ്പുറത്തിൻ്റെ സദസ്യർക്ക് കൈമാറുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സാങ്കേതികമായ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് സർഗജാലകത്തിൻ്റെ ജാലകപ്പുറം ധന്യമാക്കാൻ എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ വളരെ സജീവതയോടുകൂടി തന്നെ കടന്നു വന്നിട്ടുണ്ട്. സാങ്കേതികത എന്ന് പറയുന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളും അതിനും അപ്പുറത്ത് മക്കളുടെ നെറ്റ്വർക്ക് യൂസേജും, ഇത് രണ്ടും കൂടി ഒരുപോലെ കണക്കാക്കേണ്ടതാണ്. എല്ലാ മക്കളുടെയും കയ്യിലേക്ക് രക്ഷിതാക്കൾ ഫോൺ കൈമാറുന്ന ഒരു നിമിഷമാണ്. ഈ കൂട്ടായ്മയ്ക്ക് അകത്ത് നിൽക്കുന്ന പരമാവധി ആളുകൾ, സാഹിത്യ അഭിരുചിയുള്ള ആളുകളെല്ലാം അധ്യാപകരും അധ്യാപകർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മറ്റു മക്കളെ പഠിപ്പിക്കുന്ന കാലവും കൂടിയാണ്. എന്നാലും ശ്രദ്ധയോടെ ഇതിനകത്ത് പല അധ്യാപകരും നേരത്തെ തയ്യാറാക്കി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന അജണ്ട പ്രകാരമാണെങ്കിലും കടന്നു വന്നിട്ടുണ്ട്. അതീവ സന്തോഷവും അഭിമാനവും നിലനിർത്തുന്ന ഈ മുഹൂർത്തം ഇവിടെ പര്യവസാനിക്കേണ്ടതാണ്. പ്രൈം ടൈം എന്ന് പറയുന്ന ആ ധന്യ മുഹൂർത്തത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ കഥാചർച്ചയെ ഏത് നിമിഷവും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന കഥാകാരി ബഹുമാനപ്പെട്ട ശ്രീമതി BM സുഹറ നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ തലങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീമതി BM സുഹറ ഈ കഥാചർച്ചയുടെ ആസ്വാദന മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കടന്നു വരും എന്ന പ്രതീക്ഷയോട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമസ്കാരം. എൻ്റെ ഒരുത്തി എന്ന കഥ വളരെ ശ്രദ്ധാപൂർവം വായിച്ച് ക്രിയാത്മകമായി ഉള്ള ഇടപെടൽ നടത്തിയ എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് സാഹിത്യരംഗത്ത് കടന്നു വന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ആൺമക്കളെല്ലാം മുതിർന്ന് അവരവരുടെ വഴിക്ക് പോയപ്പോൾ ഉണ്ടായ ഏകാന്തതയിൽ നിന്നൊരു മോചനമെന്ന നിലയിലാണ് വാസ്തവത്തിൽ എഴുതി തുടങ്ങിയത്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകൾ തുറന്നപ്പോൾ കാലാകാലമായി എനിക്ക് പറയാനുണ്ടെന്ന് തോന്നിയ ചില കാര്യങ്ങൾ
യാതൊരു ഔപചാരികതയുമില്ലാതെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ കഥാകാരിയായത്. ഒരു സാധാരണ വീട്ടമ്മയായതുകൊണ്ടായിരിക്കാം, ഒരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന സാധാരണ വീട്ടമ്മയായതുകൊണ്ടായിരിക്കാം, ജീവിതത്തിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ ഔപചാരികതയുടെ ഒരു മുഖംമൂടിയൊന്നും എടുത്ത് അണിയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്, എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് നേരത്തെ അയച്ചത്. അത് ചർച്ചയ്ക്ക് തടസ്സമായെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കാൾ എൻ്റെ മനസ്സറിയുന്ന മാനസി വളരെ വിശദമായി ഈ കഥയെക്കുറിച്ച് സംസാരിച്ചതോടുകൂടി എൻ്റെ ഇനിയും ഒരു വിശകലനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് ഒരുപാട് സ്ത്രീകളെ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ചും പല എഴുത്തുകാരിയായ ഒരാളാണ് ഞാൻ ജനിച്ചു വളരുന്നതിന് മുമ്പ് കേട്ട കഥകൾ, മൺമറഞ്ഞു പോയ ഉഗ്രപ്രതാപികളായ എൻ്റെ മുൻഗാമികളുടെ കഥകൾ, അവിടെ അകത്തളത്തിൽ നീറി ജീവിക്കേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളുടെ കഥകൾ ഒക്കെ പറഞ്ഞാണ് ഞാൻ എഴുത്തുകാരിയായത്. മുസ്ലിം സമുദായത്തിൽ പരലോകം ഭദ്രമാക്കാൻ വേണ്ടി ഇഹലോകം ജീവിതം മറന്നു പോകുന്ന, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാത്ത ഒരുപാട് സ്ത്രീകളെ എനിക്ക് നേരിൽ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവരെ അങ്ങനെയുള്ള കുറേ പേർ വന്ന് എൻ്റെ ഉള്ളിൽ നിറയുകയും, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പുറം ലോകത്തെ അറിയിക്കുന്നില്ല എന്ന് നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഞാൻ നോവലോ കഥയോ ഒക്കെ എഴുതാൻ ആരംഭിക്കാറുള്ളത്. ആകാശഭൂമികളുടെ താക്കോൽ എന്ന നോവലിൻ്റെ ഇതിവൃത്തം തന്നെ ഈ ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ്. എന്നെ ഈ മുസ്ലിം നിയമങ്ങളിൽ ഏറ്റവും അലട്ടാറുള്ളത് ബഹുഭാര്യത്വമാണ്. ഒരു പുരുഷന് തോന്നുമ്പോൾ അയാളുടെ ഭാര്യയെ ഉപേക്ഷിക്കുക, എന്നിട്ട് വീണ്ടും വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെ പണ്ട് മുതലേ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിനെ കുറിച്ചാണ് ഞാൻ ആകാശഭൂമികളുടെ താക്കോൽ എന്ന നോവലിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഹാജിയാരുടെ 3 ഭാര്യമാരുടെ കഥ. ഇങ്ങനെ അതൊക്കെ തന്നെയാണ് ഈ ഒരുത്തിയിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സ്ത്രീകളുടെ വിങ്ങലുകളും വിഹലതകളും അവരുടെ വിചാരങ്ങളുമൊക്കെ പകർത്താനുള്ള തീവ്രമായ ശ്രമമാണ് എൻ്റെ എല്ലാ സൃഷ്ടികളും. പെരുമറന്നുപോയി ഒരു അന്യ വ്യക്തി എൻ്റെ കഥയിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് നന്ദി. ഞാൻ ഡെമോക്ലിസിൻ്റെ വാൾ എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ പിന്നിലുള്ള കഥയും എനിക്കറിയാം, പക്ഷെ അത് എന്തോ അച്ചടിപ്പിച്ചുകൊണ്ടായിരിക്കാം മാറിപ്പോയത്. എന്തായാലും അത് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. വൈകിയ വേളയിൽ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കഥ ഇത്രയും ശ്രദ്ധാപൂർവം വായിച്ച് അതിലെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരവരുടെ രീതിക്കനുസരിച്ച് അതിനെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാ സഹോദരന്മാർക്കും എൻ്റെ നന്ദി കൂപ്പുകൈ. പ്രിയപ്പെട്ടവരെ, കഥാകാരി നമ്മോട് ഇതുവരെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. 9 നോവലുകൾ, അതിൽ ഒരു നോവൽ മാത്രമാണ് ഇപ്പോൾ അവസാനമായി കഥാകാരി തന്നെ പറഞ്ഞിരിക്കുന്ന ആകാശഭൂമികളുടെ താക്കോൽ. നാട്ടിലേറ്റവും സമ്പന്നനായ, ജന്മിയായ, കച്ചവടക്കാരനായ ജോനകപ്പറമ്പിൽ ഹുസൈൻ ഹാജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ 3 വിവാഹം നടത്തുകയും ഐഷ എന്ന് വിളിക്കുന്ന ആയിഷയും നൂറു എന്ന് വിളിക്കുന്ന നൂർജഹാനും റംലത്തും അങ്ങനെ 3 ഭാര്യമാരെ സ്വന്തമാക്കുകയും ചെയ്ത ഒരു നോവൽ. അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന
ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു നോവലാണ് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലെ നൂറുവിൻ്റെ ഉമ്മയായ പാത്തുമ്മയായാലും സഹോദരനായിട്ടുള്ള ജഹാംഗീർ ആയാലും ജഹാംഗീറിൻ്റെ ഭാര്യയായിട്ടുള്ള റസീനി ആയാലും അതുപോലെ റംലത്തിൻ്റെ മകനായ അക്ബർ അലി ആയാലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. BM സുഹറ എന്ന എഴുത്തുകാരിയെ സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. പരിചയപ്പെടുത്തലിൻ്റെ യാതൊരു ആവശ്യവുമില്ലാതെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ച വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. പക്ഷേ ആ എഴുത്തുകാരിയുടെ ജീവിതത്തിൻ്റെ അകത്തളം അതുകൂടി നമ്മൾ ഈ സർഗജാലകം അറിവിൻ്റെ മേൽക്കോയ്മയിലേക്ക് ഉൾപ്പെടുത്തേണ്ടുന്നതാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ, കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MM ബഷീർ, ആ MM ബഷീറിൻ്റെ സഹധർമ്മിണിയാണ് ഈ പറയുന്ന നമ്മുടെ കഥാകാരിയായ BM സുഹറ. അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് MM ബഷീർ എന്ന് പറയുന്ന ആ സാറിനെ പോലുള്ള ഒരാളുടെ സാഹിത്യത്തിൻ്റെ മാത്രമല്ലാത്ത വ്യക്തി ജീവിതത്തിൻ്റെ പാതിയെ നമുക്ക് സർഗജാലകത്തിൽ പങ്കിടാൻ സാധിക്കുന്ന ധന്യത, സർഗാത്മകതയുടെ തലത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ആ സംവിധാനം എന്ന് പറയുന്നത് സർഗജാലകത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത തന്നെയാണ്. അതിനേക്കാളും കൂടെ കൂട്ടി വായിക്കാൻ നമുക്ക് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് കൂടി ഉൾച്ചേർക്കണം എന്ന് അപേക്ഷിക്കുകയാണ് എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളോട്. നമുക്കൊക്കെ അറിയാം, ഈ കാർട്ടൂൺ മേഖലയിൽ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റായ BM ഗഫൂർ, മലയാളിയുടെ മനസ്സിലെല്ലാം പതിഞ്ഞ ആ പേര് സുഹറ എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ സഹോദരനാണ് എന്നുള്ളത്. അതുപോലെ ഏറ്റവും അറിയപ്പെടുന്ന നമ്മുടെ പാചകക്കുറിപ്പുകളുടെ എഴുത്തുകാരി ഉമ്മി അബ്ദുള്ള, അത് ഈ പറയുന്ന MM ബഷീറിൻ്റെ ഭാര്യയായ BM സുഹറയുടെ ഒരു സഹോദരിയാണ് എന്നുകൂടി നമ്മൾ അറിയണം. എല്ലാ അർത്ഥത്തിലും ഇന്ന് BM സുഹറ എന്ന് പറയുന്ന എഴുത്തുകാരി ഇന്ന് നമ്മോടുകൂടെ ഔപചാരികതയുടെ പരിവേഷമില്ലാത്ത ഭാഷയാണ് എൻ്റേത് എന്ന് ധന്യമായ ബോധ്യപ്പെടുത്തലോടുകൂടി അവതരിച്ചിരിക്കുന്ന ഈ എഴുത്തുകാരിയെ സ്നേഹപൂർവ്വം ഞാൻ സുഹറാത്ത എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവരുടെ ഈ മറുമൊഴി അത് വളരെ തൃപ്തികരമാണ് എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കഥ അതിമനോഹരമായി വിശകലനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീമതി മാനസി എന്ന് പറയുന്ന നമ്മുടെ മാനസി ചേച്ചിയെ സ്നേഹപൂർവ്വം ആസ്വാദന മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള വളരെ വളരെ നല്ല ഒരു ചർച്ച, ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ പോലും എടുത്തു കാട്ടി വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. എനിക്ക് അവിടെയുള്ള ചില കാര്യങ്ങളോട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ട് ഇത്തരം എടുത്തു കാട്ടിയ പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞ് വളരെ നന്ദി രേഖപ്പെടുത്ത പോലും ഉണ്ടായിട്ടുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ട്. ഏതായാലും സുഹൃത്ത ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ നിങ്ങളോട് സംസാരിച്ചു, അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് പ്രത്യേകിച്ചിട്ടായിട്ടല്ല ഒന്നും പറയാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. എൻ്റെ വിശകലനത്തെ വളരെ വളരെ നന്നായി തന്നെയാണ് നിങ്ങളൊക്കെ സ്വീകരിച്ചത് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ കൂട്ടത്തിൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ പറയാൻ വിട്ടുപോയ പോയിന്റുകൾ പലവരും അത് ചൂണ്ടിക്കാണിച്ചത് എനിക്ക് പോലും വളരെ ഉപകാരപ്രദമായി എന്നുള്ളത് ഒന്നുകൂടി പറയുകയാണ്. വളരെ വളരെ നല്ല ഒരു ചർച്ചയാണ് ജാലകപ്പുറത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറി ഉണ്ടായതും അതേപോലെ തന്നെ വളരെ നല്ല ഒരു ചർച്ചയാണ് ഇവിടെ ഉണ്ടായതെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ 5 മണി വരയ്ക്ക് ഉള്ളിൽ സമയമുണ്ട്. ഞാൻ ഡെഫിനറ്റായിട്ടും ഞാൻ അതിനോട് പ്രതികരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. ശ്രീമതി മാനസി ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ പ്രൈം ടൈം മാത്രമാണ് അവസാനിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണി വരെ ഇന്ന് കടന്നു വരാൻ സാധ്യത ഇല്ലാതെ പോയ ആളുകൾക്ക് കയറി വരാനും അഭിപ്രായങ്ങളും ആസ്വാദനങ്ങളും രേഖപ്പെടുത്താനുമുള്ള സമയമുണ്ട്.
എല്ലാവരും അത് പാലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ പ്രൈം ടൈം അവസാനിപ്പിക്കണം. ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീജിത്ത് കാനായിയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ കടന്നു വരികയും അതിനും അപ്പുറം ഒളിപ്പിച്ചു വെച്ച ചില കവിത്വങ്ങൾ നമ്മുടെ മുന്നിൽ കൃത്യമായി പ്രകടിപ്പിക്കുകയും നിരൂപണത്തിൻ്റെ അനന്ത സാധ്യതകളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീജിത്ത് കാനായി, അത് നമ്മുടെ ഭരണസമിതി അംഗം എന്ന നിലയിൽ തന്നെയാണ് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നത്. സ്നേഹപൂർവ്വം ശ്രീജിത്ത് കാനായിയെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സർഗജാലകത്തിൻ്റെ ജാലകപ്പുറത്ത് ഇന്ന് ശ്രദ്ധേയരായ മലയാളത്തിൻ്റെ 2 എഴുത്തുകാരാണ് നമുക്ക് കിട്ടിയത്. 2 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കൾ, 2 പേരും കഥാകൃത്തുക്കൾ. ഇന്ന് നാം ചർച്ച ചെയ്തത് ശ്രീമതി BM സുഹ്റയുടെ ഒരുത്തി എന്ന കഥയാണ്. വളരെ വിമർശനാത്മകമായി വർത്തമാനത്തെ നിരീക്ഷിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ശ്രീമതി സുഹ്റ. വർത്തമാനത്തിൻ്റെ കലുഷിതമായ ഭാവങ്ങളോട് നിരന്തരം എഴുത്തിലൂടെ കലഹിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരി. ഈ കഥയും അങ്ങനെ ഒരു കഥയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ശ്രീമതി BM സുഹ്റയുടെ സമയം സർഗജാലകത്തിൻ്റെ ജാലകപ്പുറത്തിന് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ശ്രീമതി BM സുഹ്റയ്ക്ക് സർഗജാലകത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇത് 2ാം തവണയാണ് ശ്രീമതി മാനസി സർഗജാലകത്തിലെത്തുന്നത്. ആദ്യം കഥാകൃത്തായിട്ടായിരുന്നെങ്കിൽ ഇന്ന് കഥാ വിശകലനവുമായിട്ടാണ് അവർ എത്തുന്നത്. വളരെ ഭംഗിയായി തന്നെ വിശകലനം നിർവഹിക്കുകയുണ്ടായി ശ്രീമതി മാനസി. ഏറെ തിരക്കുകൾക്കിടയിലും സർഗജാലകത്തോട് കാണിക്കുന്ന ഈ സ്നേഹം സർഗജാലകത്തിന് മറക്കാനാവില്ല. ശ്രീമതി മാനസിക്ക് സർഗജാലകത്തിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച ഏകോപനം നടത്തിയത് പ്രിയപ്പെട്ട ശ്രീ സദാശിവൻ ഇരിങ്ങലാണ്. നന്ദി പറയേണ്ടുന്ന കാര്യമില്ലെങ്കിൽ പോലും ഔപചാരികമായി ഒരു കർമ്മം നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയ്ക്ക് സ്വാഗതം പറഞ്ഞത് പ്രിയ കവിയും പ്രഭാഷണകനുമായ പ്രിയപ്പെട്ട ശിവൻ തെറ്റത്താണ്. ശിവൻ തെറ്റത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ചർച്ചാ സ്വാഗതം വീക്ഷിക്കുകയും ചർച്ചയെ നിരീക്ഷിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സർഗജാലക കുടുംബാംഗങ്ങൾക്കും സർഗജാലകത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രൈം ടൈം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. ഈ കഥാചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് ഇതുവരെയായിട്ട് 15 പേര് ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സർവാദരണീയരായ MA മുംതാസ്, ഗംഗൻ കുഞ്ഞിമംഗലം, ശ്രീജിത്ത് കാനായി, അജിത ടീച്ചർ KCTP, ആതിര മുരളീധരൻ, പ്രഭാകരൻ മാഷ്, ഈശ്വരേട്ടൻ, ഗംഗം മാഷ്, ശോഭനേച്ചി, കുഞ്ഞപ്പ മാഷ്, സുമിയേച്ചി, സുമിത ജനാർദ്ദനൻ, ശ്രീലത KV, വിനോദ് പയ്യന്നൂർ, മുംബൈയിൽ നിന്ന് വെങ്കിയേട്ടൻ, പിന്നെ രാജേഷ് മാടമ്പത്ത്, ഇവരൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവരുടെയും പേര് മാനസി ചേച്ചി കൃത്യമായിട്ട് തന്നെ അതാത് സമയങ്ങളിൽ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ആസ്വാദന വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരിയും നിരൂപകയും നമ്മോട് പേരുകൾ പരാമർശിക്കപ്പെടാതെ പോയത് എന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളുക, തിരിച്ചറിയുക. ധന്യമായ ഈ ചർച്ചയുടെ പ്രൈം ടൈം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. നാളെ വൈകിട്ട് 5 മണിക്കിടയിൽ നമുക്ക് വീണ്ടും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എല്ലാവരുടെയും കുറിപ്പുകളും രേഖപ്പെടുത്തലുകളും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഞാൻ സദാശിവൻ.